പല ബിസിനസ്സിൻ്റെയും സ്ട്രാറ്റജീസ് നേരത്തെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നേരത്തെ പല ബിസിനസ് ഓണേഴ്സിൻ്റെയും കൂടെ പല റിസോർട്ടുകളിലും ഇരുന്ന് അവരുടെ 3 വർഷത്തെ പ്ലാനൊക്കെ സ്ട്രാറ്റജൈസ് ചെയ്യുന്ന സമയത്ത് അവർ തിരിച്ചിറങ്ങി വരുമ്പോൾ അവർക്കൊരു ഫീലുണ്ട്. അത് എംപ്ലോയീസിൻ്റെയും അതായത് കോർ ടീമിൻ്റെയും അതുപോലെ തന്നെ ബിസിനസ് ഓണറിൻ്റെയും ഫീൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് ആണ്. വേറെ ഒന്നും കൊണ്ടല്ല, 3 വർഷം കഴിഞ്ഞാൽ കമ്പനിയിൽ എത്തുന്നു, ഇത്ര പ്രോഫിറ്റബിലിറ്റി, ഇത്ര ക്യാഷ്, ആ കോർ ടീം മെമ്പേഴ്സിൻ്റെ പൊസിഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി രസകരമായിട്ടൊരു കാര്യം ഈ സ്ട്രാറ്റജി ഷീറ്റിൽ ഇതിൽ ലീഡേഴ്സായിട്ട് നിൽക്കുന്ന എംപ്ലോയീസായിട്ട് നിൽക്കുന്ന ആളുകളുടെ ഐഡിയാസ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടോ ഞാൻ വന്ന് സ്ട്രാറ്റജി മീറ്റിങ്ങിൽ ഇരുന്നത് കൊണ്ട് മുതലാളിക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി, കാരണം എന്താ ഐഡിയ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അടുത്തൊരു 3 മാസത്തിൽ ഇവരുടെ കൂടെ ഇരിക്കും. ആദ്യത്തെ സ്റ്റെപ്പ് പൊളിഞ്ഞാൽ ഇത് മുഴുവൻ പൊളിഞ്ഞു. അടുത്ത ദിവസത്തിൻ്റെ സപ്ലയർ പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് എങ്ങനെ കാശ് കൊടുക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന ബിസിനസ് ഓണർ ആയിരിക്കാം പക്ഷേ നമ്മൾ ആ സമയത്ത് കാണുന്നുണ്ടാകും. അതുകൊണ്ട് നമ്മൾ എത്ര വലിയ സ്വപ്നം കണ്ടു കഴിഞ്ഞാലും നമുക്ക് നാളെ എന്ന് പറയുന്ന ദിവസത്തിൽ നമ്മൾ ഇന്ന് വരെ ജീവിക്കാത്തതുകൊണ്ട് ഇന്ന് ചെയ്യാനുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പോവാൻ ബിസിനസ് ഓണറും ടീമും എഫോർട്ട് ഇട്ട് റിസൾട്ടിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത 3 വർഷം കഴിഞ്ഞാൽ എന്താവണം എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവണം. 5 വർഷം കഴിഞ്ഞാൽ ക്ലാരിറ്റി ഉണ്ടാവണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ ആകാശത്തേക്ക് ഇങ്ങനെ വലിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ ഈ ഗ്രൗണ്ടിങ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ നാളെ എന്ത് ചെയ്യും, 3 മാസം എന്ത് ചെയ്യും,